ഹലോ. 2 ദിവസമായല്ലേ കണ്ടിട്ട്. കുറച്ച് തിരക്കായതുകൊണ്ട് ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് പക്ഷേ ഷോർട്സ് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. ലോങ് വീഡിയോ 2 ദിവസമായിട്ട് ഇട്ടില്ല, പിന്നെ ഇന്നാണ് ഇടുന്നത്. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. പിന്നെ എന്താ, ഇന്ന് ഞാനൊരു കോളേജിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കാണിക്കുന്നത്. കോളേജിൽ പോകുന്നതിന് മുമ്പും കോളേജിലെത്തിയതിന് ശേഷവും ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ പള്ളിയിലെ കുർബാനയുടെ ചിലപ്പോൾ ചെറുതായിട്ട് കേൾക്കാൻ പറ്റും. കാര്യം ഇവിടെ അർത്തിങ്കപ്പള്ളിയിൽ പെരുന്നാളിന് തുടങ്ങി. ജനുവരി 10-ാം തീയതി കൊടിയേറി. അപ്പോൾ അന്ന് മുതൽ നമുക്കിവിടെ വീടിൻ്റെ അടുത്തൊക്കെ മൈക്കൊക്കെ വെച്ച് പള്ളിയിലെ കുർബാനയൊക്കെ നമുക്ക് വീട്ടിൽ നിന്നാൽ തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക, പള്ളിയിലെ കുർബാനയും പ്രസംഗവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ കേൾക്കത്തില്ലായിരിക്കും, കാര്യം എനിക്കിവിടെ നന്നായിട്ട് കേൾക്കാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ അതിലും വരുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. അതൊക്കെ പോട്ടെ. രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ പുട്ടാണ്. പുട്ട് ഞാൻ പറഞ്ഞില്ലേ, എനിക്കെപ്പോഴും പുട്ടായിരിക്കും ഇവിടെ. അപ്പം നിങ്ങൾ ഓർക്കും, ദൈവമേ ഈ പെങ്കൊച്ച് വീട്ടിൽ പുട്ട് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ. കാര്യം രാവിലെ എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ പുട്ടാണ് പറ്റുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ താമസിച്ചു പോകും. പിന്നെ ഇവിടെയും പുട്ട് എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ വലിയ കുഴപ്പമില്ല. അത്ര വലിയ ഇഷ്ടമല്ല, എന്നാലും പുട്ട് കൊടുത്താൽ കഴിക്കും. ആരും വേറെ ഒന്നും പറയത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്നും രാവിലെ പുട്ടാണ്. ഇപ്പം ഇന്ന് പുട്ടിന് പഴമാണ്. പിന്നെ ഉച്ചയ്ക്ക് ചോറിന് കറി കടല മെഴുക്ക് പുരട്ടിയതും പിന്നെ ചമ്മന്തിയാണ്, തേങ്ങാ ചമ്മന്തി. ഞാൻ ആദ്യമേ ബീറ്റ്റൂട്ട് തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ബീറ്റ്റൂട്ട് തോരൻ വെക്കാൻ വേണ്ടി ബീറ്റ്റൂട്ട് എടുത്തപ്പോൾ 2 ബീറ്റ്റൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഒരെണ്ണം ഒരു കേട് വന്നതുപോലെയല്ല, ഇങ്ങനെ നമ്മൾ വാടിക്കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തക്കാളിയിലൊക്കെ ഞെക്ക് കൊള്ളത്തില്ലേ, നമ്മൾ തക്കാളിയിലൊക്കെ ഞെക്കുമ്പോൾ എന്ന പോലെ ഞാൻ നോക്കിയപ്പോൾ ബീറ്റ്റൂട്ടും ഇങ്ങനെ ഞെക്ക് കൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ ഒരെണ്ണം മാത്രമായിട്ട് തോരൻ വെച്ച് കഴിഞ്ഞാൽ തികയത്തില്ല, എന്നാൽ ചമ്മന്തി അരക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് കടല മെഴുക്ക് പുരട്ടിയതും ചമ്മന്തി ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ രാവിലെ ആദ്യം ജയേഷും കൂടെ രാവിലെ അമ്പലത്തിൽ പോകാനായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അമ്പലത്തിൽ പോകാനായിട്ടൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, അതിന് മുമ്പ് എനിക്ക് കുറച്ച് തേങ്ങ ചിരണ്ടി തരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം തേങ്ങ ചിരണ്ടാൻ എനിക്ക് ഭയങ്കര മടിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എനിക്കെപ്പോഴും തേങ്ങ ചിരണ്ടി തരുന്നത് ജയേഷാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് തേങ്ങ ചിരണ്ടി തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ആദ്യനെ വിളിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതുകൊണ്ട് കട്ടിലയിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല, കട്ടിലയിൽ തന്നെയാണ്. കാരണം ആദ്യനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണമെങ്കിൽ ഒരു അരമണിക്കൂറത്തെ പ്രോസസ്സാണ്. എഴുന്നേൽപ്പിച്ച് പിന്നെ കുറച്ച് നേരം അവനുമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ആദ്യം എഴുന്നേൽക്കത്തുള്ളൂ. അപ്പോൾ അത്രയും നേരം ജയേഷ് അവിടെ റൂമിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് കാപ്പി അച്ഛനും ജയേഷിനും കൂടെ, അച്ഛൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛനെ ടി വി കൊണ്ടിരിക്കുന്നിടത്തോട്ടും കൊണ്ടുപോയി കൊടുത്തു, ജയേഷിന് റൂമിലേക്കും കാപ്പി കൊണ്ടുപോയി കൊടുത്തു. ഞാനിപ്പോൾ കാപ്പി കുടിക്കുന്നില്ല. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ? റൈസിൻസ് തലേന്ന് വെള്ളത്തിയിട്ട് കുതിർത്തതാണ്. നമ്മുടെ ഉണക്കമുന്തിരിയില്ലേ, അത് രാത്രി വെള്ളത്തിൽ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ നമ്മളത് കുടിക്കും. ഇത് കുടിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ചെറുതായിട്ട് ഡയറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന്. കാര്യം ഓവർ വെയ്റ്റാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഈ റൈസിൻസ് കുതിർത്തത് കഴിക്കും. പിന്നെ രാവിലെ കഴിക്കുന്നത് കാപ്പി കുടിക്കുന്നില്ലെന്ന് ഞാൻ പറയാം. ചിലപ്പോൾ കാപ്പി കുടിക്കാൻ തോന്നിയാൽ കാപ്പി കുടിക്കും. അല്ലെങ്കിൽ ഞാൻ കുടിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഉലുവയും നല്ല ജീരകവും, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഉലുവയും നല്ല ജീരകവും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ട് തിളപ്പിച്ചിട്ട്, ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളമാണ് വെക്കുന്നതെങ്കിൽ അതിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആക്കും, എന്നിട്ട് അത് കുടിക്കും. ഇപ്പം ഞാനത് കുടിക്കുമ്പോൾ ജയേഷും കൊടുക്കും കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ അത് രാവിലെ കുടിക്കുന്നുണ്ട്. ജയേഷ് കാപ്പി കുടിച്ചതിന് ശേഷമാണ് ഇത് കുടിക്കുന്നത്. ഞാൻ കാപ്പി കുടിക്കാത്ത വെറും വയറ്റിൽ ഇത് കഴിക്കും. അപ്പോൾ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയേഷ് വന്ന് തേങ്ങയൊക്കെ ചിരണ്ടി തന്നു. ശരിക്കും തേങ്ങ ചിരണ്ടി തന്ന് തോരൻ വയ്ക്കാനാണ്. പിന്നെയാണ് ഞാനത് ചേഞ്ച് ചെയ്ത് ചമ്മന്തി ആക്കിയത്. അപ്പോൾ കുറച്ചും കൂടെ തേങ്ങ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. കാര്യം തോരന് കുറച്ച് തേങ്ങ മതിയല്ലോ, ചമ്മന്തിക്ക് പക്ഷേ കുറച്ചും കൂടെ കൂടുതൽ തേങ്ങ വേണമല്ലോ. പിന്നെ ഞാനങ്ങ് ചിരണ്ടി വിളിക്കാൻ പോയില്ല. അപ്പോൾ ആ സമയപ്പോഴത്തേക്ക് അവർ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ളതിന് തേങ്ങ ഞാൻ തന്നെ അങ്ങ് തിരുമ്മി. പിന്നെന്താ, കടല ആ സമയത്ത് ഉണക്കമുന്തിരി കഴിച്ചതിന് ശേഷം ഞാൻ കടല തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്
നേരെ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു താമസമാണ് ജോലിയൊക്കെ നീങ്ങാൻ. കാരണം എന്ന് വെച്ചാൽ ഒരു ബർണർ വർക്ക് ചെയ്യുന്നില്ല ഗ്യാസിൻ്റെ. ആ സെൻറ്ററിലെ ബർണറിന് എന്തോ ഒരു പ്രശ്നം. നമ്മൾ കത്തിച്ച് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തനിയെ ഇങ്ങനെ ഒരു ഭൂം വന്ന പോലെ ഒരു ഒച്ച കേട്ടിട്ട് പിന്നെ അത് ഓഫായി പോകും. പിന്നെ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാലും വീണ്ടും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും അത് ഓഫായി പോകും. എന്താ സംഭവം എന്നറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടൊന്ന് നന്നാക്കണം. കാര്യം രാവിലെ 3 ബർണർ അറ്റ് എ ടൈം വർക്ക് ചെയ്താലേ നമുക്ക് വേഗം കാര്യങ്ങൾ വെക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ പറയാം, രാത്രി ഞാൻ റൈസ് കുക്കറിൽ ചോറ് ഇറക്കി വെച്ചെന്ന് പറഞ്ഞാലും ജയായിരിക്കും നല്ല വേവ് ആയതുകൊണ്ട് രാവിലെ ഒന്ന് തിളപ്പിക്കണം, എന്നാലേ അത് വേവത്തുള്ളൂ. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ രാവിലെ എന്ത് ചെയ്യും, ഈ റൈസ് കുക്കറിനകത്ത് നിന്ന് അരി എടുത്ത് ഒരു ബർണറിൽ വയ്ക്കും, ഒരെണ്ണത്തിൽ കാപ്പി വയ്ക്കും, ഒരെണ്ണത്തിൽ നമ്മൾ എന്താണോ കറി വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ സാധനം വയ്ക്കും. അപ്പോൾ 3ഉം അവിടെ നിന്ന് റെഡി ആയിക്കോളും. പക്ഷേ 2 ആകുമ്പോഴത്തേക്കും പാടാണ്. നമുക്ക് ഒരെണ്ണം കുക്ക് ചെയ്ത് ഇറക്കി വെച്ചാലല്ലേ അടുത്ത് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അത്രയും സമയം പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2-3 ദിവസമായിട്ട് കുറച്ച് ഡിലേ ആണ് ജോലിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുട്ടിന് പൊടി കിടക്കുന്നുണ്ട്. എപ്പോഴും വയ്ക്കുന്ന പോലെ തന്നെ ഇഡലി പാത്രത്തിനകത്ത് വെച്ച് തന്നെ പുട്ട് വയ്ക്കുന്നത്. പിന്നെ ഞാൻ പുട്ട് കഴിക്കുന്നില്ല. ഞാൻ ഗോതമ്പല്ല, ആട്ടയുടെ ദോശ കഴിക്കുന്നത്. ഞാൻ ഇന്ന് തൊട്ട് ചോറ് നിർത്തിയാലോ എന്ന് തീരുമാനിച്ചു. കാര്യം ഞാൻ ശരിക്കും 77 കിലോ ഉണ്ടായിരുന്നു. 77 കിലോ ഉണ്ടായിരുന്നിട്ട് ഞാനൊരു 6-7 മാസം കൊണ്ട് അതൊരു 70 കിലോ ആക്കിയായിരുന്നു. 77 നിന്ന് ഒരു 6 മാസം കൊണ്ട് 70 കിലോ ആക്കിയായിരുന്നു. അതിന് ശേഷം വീണ്ടും ഞാൻ ക്രിസ്മസ് വരെ എൻ്റെ വെയിറ്റ് 70-ൽ നിൽക്കുമായിരുന്നു. പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞു, എനിക്ക് 10 ദിവസം അവധി ഉണ്ടായിരുന്നു, കോളേജിൽ പോകണ്ടായിരുന്നു. ആ 10 ദിവസം ഞാൻ വീട്ടിൽ നിന്നപ്പോൾ വീണ്ടും എൻ്റെ 2 കിലോ കൂടി. അപ്പോൾ ഞാൻ 70-ൽ നിന്ന് 72 കിലോ ആയി. അപ്പോൾ ഇനി ഞാൻ ഡയറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതങ്ങ് കൂടിക്കൂടി പോകും. കാര്യം എൻ്റെ കാര്യം എനിക്കറിയാമല്ലോ. ഞാൻ ചോറ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ കഴിക്കുന്ന മധുരം ഞാൻ നന്നായിട്ട് കഴിക്കും. മധുരം മീൻസ് ലഡു കഴിക്കും. അതുപോലെ തന്നെ ഈ നമ്മുടെ കടകളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ കപ്പലണ്ടി മിഠായി, അങ്ങനെയുള്ള സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഇല്ലേ, തേൻ മിഠായി, പിന്നെ ചോക്ലേറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പേട, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ നന്നായിട്ട് കഴിക്കും. പക്ഷെ ചോറ് കുറച്ച് കഴിക്കത്തുള്ളൂ, മധുരം നന്നായിട്ട് കഴിക്കും. അപ്പോൾ ഈ പറഞ്ഞ ആ 10 ദിവസത്തെ വെക്കേഷൻ ഞാൻ മധുരമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചോറുമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 2 കിലോ കൂടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇന്ന് മുതൽ ചോറ് കട്ട് ചെയ്യാം. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും ഗോതമ്പിൻ്റെയോ ആട്ട കൊണ്ടോ ഉണ്ടാക്കി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് അവർക്ക് ബാക്കി അച്ഛനും ജയേഷനും ആദിക്കുമൊക്കെ അരിയുടെ പുട്ടും ഉണ്ടാക്കി. ഞാൻ ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ 3 ദോശ ഉണ്ടാക്കി. ഒരു ദോശ രാവിലെ കഴിക്കാനും, ഒരു ദോശ ഉച്ചയ്ക്ക് കഴിക്കാനും, ഒരു ദോശ വൈകുന്നേരം കഴിക്കാനും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ദോശ കഴിച്ച് കഴിഞ്ഞാൽ വിശക്കത്തില്ലേന്ന്. എന്നുവെച്ചാൽ ഭയങ്കര നൈസായിട്ടുള്ള ദോശയല്ല, കുറച്ച്, അതായത് 2 തവി മാവ് കോരി വെച്ചിട്ടുള്ള ദോശ. അതെങ്ങനെ പറയുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ദോശയൊക്കെ ഒഴിക്കുമ്പോൾ ഒരു തവിയല്ലേ ഒഴിക്കുന്നത്. അപ്പോൾ ആ ദോശയുടെ ഒഴിക്കുന്നത് പോലെ തന്നെ 2 തവി ഒഴിക്കും. അപ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടാവുമല്ലോ, ആ കട്ടിയിലായിരിക്കും ഞാൻ ദോശ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ദോശ കഴിച്ചാൽ നമുക്ക് വയറ് ഫുള്ളാവും. ദോശയുടെ കൂട്ടത്തിൽ രാവിലെ ഞാൻ കടല മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ല. അപ്പോൾ ഞാൻ കടല മെഴുക്കുവരട്ടിയതും ഒരു ദോശയും കൂടെ രാവിലെ കഴിക്കും. ഉച്ചയ്ക്ക് കോളേജിൽ കൊണ്ടുപോകാനും ഒരു ദോശയും മെഴുക്കുവരട്ടിയും പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ എടുക്കും. പിന്നെ വൈകുന്നേരം വന്നാലും അത് തന്നെ കഴിക്കുന്നത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയത് തന്നെ ഉച്ചയ്ക്കും വൈകുന്നേരം കഴിക്കുമ്പോൾ നമുക്കൊരു ബോറടി ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഞാൻ ഇടയ്ക്ക് ചിലപ്പോൾ രാത്രി അങ്ങനെ കഴിക്കാതെ മുട്ട പൊരിച്ചത് മാത്രമായിട്ട് കഴിക്കും. അങ്ങനെയൊക്കെ കഴിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാനിന്ന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തായാലും സ്ട്രിക്റ്റായിട്ട് അങ്ങ് കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഐശ്വര്യമായിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടിലെ പണി നടക്കുന്നുണ്ട് കേട്ടോ. ജയേഷ് ഇങ്ങനെ വന്നിരുന്ന് വർത്താനമൊക്കെ പറയും. പുള്ളിക്കറിയാം ഇങ്ങനെ ഇടയ്ക്ക് വന്നില്ലെങ്കിൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ അടുക്കളയിലൊക്കെ വന്നിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ പുള്ളിക്കറിയാം. അപ്പോൾ ഇങ്ങനെ വന്ന് നിന്നോളൂ.
പിന്നെ എന്താ, ഞാൻ ഡയറ്റ് തുടങ്ങിയെന്ന് പറയുമ്പോഴേ എല്ലാവരും എന്നെ കളയാക്കും. എന്താണെന്നറിയോ, ഇപ്പോൾ കോളേജിലാണെങ്കിലും ഞാൻ ഡയറ്റാന്ന് പറഞ്ഞ് തുടങ്ങി 2 ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ആരുടെയെങ്കിലും ബർത്ത്ഡേ വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടിയായിട്ട് എന്തെങ്കിലും സ്വീറ്റ്സോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കും. നമുക്കിങ്ങനെ മറ്റുള്ളവർ, എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറയുന്നത്. എനിക്ക് ഇപ്പോൾ സ്വീറ്റ്സ് കഴിച്ചില്ലെങ്കിൽ കഴിച്ചില്ല, വേണ്ട. പക്ഷേ എനിക്ക് എൻ്റെ മുമ്പിലിരുന്ന് വേറൊരാൾ സ്വീറ്റ്സ് കഴിക്കുന്ന കാണുമ്പോൾ എനിക്കൊരു ക്രേവിങ്സ് ഉണ്ടാവും. കഴിക്കാം കഴിക്കാം കഴിക്കാം, നീതു കഴിക്കുക എന്നിങ്ങനെ പറയും. ആര് പറയും? എൻ്റെ മനസ്സ് എന്നോട് തന്നെ പറയും. അപ്പോൾ ഞാൻ കഴിക്കും. പക്ഷേ ചില സമയത്ത് കഴിക്കേണ്ടെന്ന് തീരുമാനിച്ചാൽ കഴിക്കത്തില്ല. പക്ഷേ മിക്ക ദിവസങ്ങളിലും മറ്റുള്ളവർ കഴിക്കണ കാണുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നും, അത് വേറെ കാര്യം. എല്ലാവർക്കും അങ്ങനെയാണെന്ന് ഞാൻ തോന്നുന്നു. ആ ഒരു ക്രേവിങ്സ് നമുക്കുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മൾ ഡയറ്റ് എന്ന് പറയുമ്പോഴേ നമ്മൾ ആദ്യമേ എന്താ ഷുഗർ കട്ടാണ് പറയുന്നത്. അപ്പോൾ ഷുഗർ കട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക്, ചിലർക്ക് മധുരം തീരെ ഇഷ്ടമല്ല, അവർക്ക് ഷുഗർ കട്ട് എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലമേ അല്ല. പക്ഷേ മധുരം ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാൾക്ക് ഷുഗർ കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ചായയിൽ നന്നായിട്ട് മധുരം ഇട്ട് കുടിക്കുന്നവർക്കൊക്കെ മധുരം ഇല്ലാണ്ട് കുടിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ ചായയിൽ ഒത്തിരി മധുരം ഇടാറില്ല, പണ്ട് തൊട്ടേ അങ്ങനെ. അതായത് ചായയിൽ എന്തോ എനിക്ക് മധുരം കുറച്ച് മതി. ചിലവർക്ക് ഭയങ്കര മധുരം വേണം. എനിക്ക് ഒത്തിരി മധുരം ഇട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വൊമിറ്റ് ചെയ്യാനും വല്ലാത്തൊരു അസ്വസ്ഥതയൊക്കെ ആയിരിക്കും. അപ്പോൾ പണ്ട് തൊട്ടേ ഞാൻ ചായയിലും കാപ്പിയിലും മധുരം കുറച്ച് കഴിക്കാറുള്ളൂ. അതിപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറ്റ് തുടങ്ങിയെന്ന് പറഞ്ഞാലും ഞാൻ രാവിലെ കാപ്പി കുടിക്കാറില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. വൈകുന്നേരം പക്ഷേ കാപ്പി കുടിക്കുമ്പോൾ ചെറുതായിട്ട് മധുരം ഇടും. ഒത്തിരി ഒരു ടേബിൾ സ്പൂണോ അത്ര ഒന്നും ഇടത്തില്ല, എന്നാലും ഒരു കുറച്ച് ഞാൻ മധുരം ഇട്ട് തന്നെ കുടിക്കുന്നത്. അല്ലെങ്കിൽ എന്തോ ഒരു തളർച്ച പോലെ എനിക്ക് ഫീൽ ചെയ്യും. അതിനെൻ്റെ മനസ്സിൻ്റെതാണോ എൻ്റെ തോന്നലാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഡയറ്റ് എടുക്കുമ്പോഴെല്ലാം അങ്ങനെ തന്നെ, മുൻപ് ഡയറ്റ് എടുത്തപ്പോഴും അങ്ങനെ തന്നെ ചെറുതായിട്ട് ഇച്ചിരി വൈകുന്നേരത്തെ മാത്രം കാപ്പിയിൽ ചെറുതായിട്ടെന്നാൽ വളരെ ചെറുതായിട്ട് മാത്രം കുറച്ച് പഞ്ചസാര ഇട്ടാൽ കുടിക്കുന്ന. പക്ഷേ എന്നാലും എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു. വേറെ മധുരമൊന്നും നമ്മൾ കഴിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് മധുരം കഴിച്ചാലും എൻ്റെ വെയിറ്റ് കുറയുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ 7 കിലോ കുറച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ ഒരു നേരമല്ലേ കാപ്പി കുടിക്കുന്നുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് മധുരം ഇട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ മധുരം ഒട്ടും ഉപയോഗിക്കാത്തതാണ് നല്ലത്. എന്നെക്കൊണ്ട് പറ്റില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലേ ദോശയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, കോളേജിൽ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ദോശ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സവോള പൊളിക്കുന്നത് കടല മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കടല മെഴുക്ക് വരട്ടാൻ വേണ്ടിയിട്ടുള്ള സവാളയും ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. പിന്നെ വേഗം തന്നെ ഞാൻ പണിയൊക്കെ തീർത്ത് ചമ്മന്തി അരക്കാൻ പിന്നെ എളുപ്പമാണല്ലോ. അതുകൊണ്ട് പിന്നെ മെഴുക്ക് വരട്ടിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ വേഗം ഒന്ന് പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കോളേജിൽ പോകാനായിട്ട് റെഡിയായി. കുറച്ച് എനിക്ക് റെക്കോർഡ് എഴുതാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റെക്കോർഡ് എഴുതി കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പോയി റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ വേഗം പോയി കുളിച്ച് വന്നിട്ട് കോളേജിൽ പോകാനുള്ള മേക്കപ്പൊക്കെ, ഇത് നിങ്ങൾ ഇതിന് മുന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ചെയ്യുന്ന അതേ സെയിം മേക്കപ്പ് തന്നെ ഞാൻ, മേക്കപ്പല്ല, കോളേജിൽ പോകുമ്പോൾ ചെയ്യുന്ന കോളേജിൽ പോകുമ്പോൾ മേക്കപ്പ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, ഒന്ന് റെഡിയാകുന്നു ചെറുതായിട്ട്. മേക്കപ്പൊന്നും ഇല്ല, സാധാരണ ചെയ്യുന്ന പോലെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീമും കണ്ണെഴുതും പൊട്ടോടും ലിപ്സ്റ്റിക്കിടും, അത്രയേ ഉള്ളൂ. അതൊക്കെ റെഡിയായി, പെട്ടെന്നൊക്കെ റെഡിയായി ഞാൻ കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുക. നമുക്ക് വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 5 മിനിറ്റോളം നടക്കാനുണ്ട്. ചമ്മക്കാട് ബസ് സ്റ്റോപ്പിലേക്ക് നടന്ന് 8:58 ആകുമ്പോഴാണ് എൻ്റെ ബസ് വരുന്നത് ബസ് സ്റ്റോപ്പിൽ. അപ്പോൾ ബസ്സൊക്കെ കയറി ഞാൻ ചേർത്തല സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിൽ നിന്ന് ഞാൻ കോളേജിലേക്ക് നടക്കുക. രാവിലെ ആണെങ്കിൽ നല്ല വെയിൽ, ഇപ്പോഴത്തെ വെയിൽ
ഭയങ്കര ചൂടാണ്. പിന്നെ നമ്മൾ ചേർത്തലെ രംഗോലി എന്നും പറഞ്ഞൊരു കടയുണ്ട്. നമുക്ക് തയ്യലിൻ്റെ മെറ്റീരിയൽസും എല്ലാ സാധനവും അവിടെ കിട്ടും. തയ്ക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ അമ്പലത്തിൻ്റെ പുറകിലായിട്ട് വരും. ചേർത്തല അമ്പലത്തിൻ്റെ പുറകിലായിട്ട് വരും. അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കോളേജിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതായത് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പാറ്റേൺ വരയ്ക്കാനും സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ചെല്ലാനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഈ കടയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ലൈനിങ്ങും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഞാൻ നേരെ കോളേജിലെത്തി. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കോളേജിൽ പോയില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരി റാഹത്ത് മീഷോ എന്നൊരു പർദ്ദ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്ന് അതൊക്കെ ഇട്ട് നോക്കി. അതിട്ട് നോക്കിയതൊക്കെ ഈ കാണുന്നത്. പിന്നെ വൈകുന്നേരം വരെ ക്ലാസ് ഉണ്ടായിരുന്നു, 4 മണി വരെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞില്ലേ ദോശയും കടലക്കറിയും കാപ്പിയും കൂടെ കുഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ വിശേഷം. ബൈ ബൈ.